ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനാഥിനെ യാത്രയാക്കാനായിട്ട് വർഷയ്ക്ക് വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ പോയല്ലേ പറ്റുള്ളൂ. അത് കാരണം തന്നെ ശ്രീനാഥിനെ വിട്ട് അയക്കുക കേട്ടോ വർഷ ചെയ്യുന്നത്. ആ സമയത്ത് നീ വിഷമിക്കേണ്ട, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മദ്യപാനമൊന്നും തുടങ്ങില്ല എന്ന് ശ്രീനാഥ് വാക്ക് കൊടുക്കുമ്പോഴത്തേനും വർഷയാണെങ്കിലോ എനിക്ക് ഉറപ്പുള്ള ശ്രീയേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചീത്ത വഴിയിലൂടെ സഞ്ചരിക്കും. അപ്പോൾ പിന്നെ വീണ്ടും വയ്യാണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ഹർഷേ, ഞാൻ എന്തായാലും അങ്ങനെ ഇനി ചെയ്യില്ല. പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയി എന്നേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ എന്നും പോയിട്ടില്ലല്ലോ. ഇനി എന്തായാലും നിങ്ങൾക്ക് വരുമെന്ന് പറയുന്നു. ആ സമയത്ത് ശ്രീക്ക് പോകാനായിട്ട് കാറ് വിളിച്ച് തരട്ടെ എന്ന് നമ്മുടെ അഭി പറയുമ്പോൾ വേണ്ട വേണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാനൊരു ഓട്ടോ വിളിച്ച് തരാം, എന്നാൽ പിന്നെ അങ്ങനെ മതിയെന്ന് പറയുന്നു. അങ്ങനെ ഓട്ടോ വിളിക്കുന്ന സമയത്ത് ഓട്ടോ വന്നു. എന്നാൽ ശ്രീ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ശ്രീയെ യാത്രയാക്കാനായിട്ട് പുറത്തിറങ്ങുന്നു. ശ്രീയേട്ടൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് വർഷ പറയുന്നുണ്ട്. ഞാനും ശിവയും കൂടി വരുന്നുണ്ട്, അവിടുത്തെ സാഹചര്യമൊക്കെ എനിക്ക് കാണാമല്ലോ. ആ സമയത്ത് എന്തിനാണ് നിങ്ങളൊക്കെ വരുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അഭിയും പറയുന്നുണ്ട് ഞാനാണ് ശ്രീനാഥിൻ്റെ കൂടെ പോകുന്നത് എന്നും പറയുന്നു. ആ സമയത്ത് അഞ്ച് പറയുന്നുണ്ട് അഭി പോണ്ട, ഇവർ പൊയ്ക്കോളും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറയുന്നു. ആ സമയത്ത് എല്ലാവരും കൂടി എങ്ങനെ ഈ ഓട്ടോയിൽ കൊള്ളും, അത് സാരമില്ല, ഞാനും ശിവയും കൂടി ഈ ഓട്ടോയിൽ വരാം, പിന്നെ നീയും അഭയും കൂടി ഇതിൽ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് വസുന്ധര ദേവി വരുന്നുണ്ട് കേട്ടോ. വർഷയോട് അകത്ത് കയറി പോകാനല്ലേ പറഞ്ഞതെന്ന് പറയുന്നു. ആൻറ്റി, ശ്രീയേട്ടൻ പോവുകയാണ്, ഞാനവിടെ കൊണ്ടുപോയി ആക്കണം. അതിന് ശ്രീയേട്ടൻ എന്താ പ്രശ്നം, അവൻ പൊയ്ക്കോളും, നിങ്ങൾ എന്തിനാ ഇതിന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് കയറി പോകാൻ വർഷയോടാണ് പറയുന്നതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ. ആ സമയത്ത് നമ്മുടെ ശ്രീനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നു. ശ്രീനാഥിനോടും കൂടിയോ പറഞ്ഞത് അകത്തേക്ക് കയറി പോകാനായിട്ടെന്ന്. വസുന്ധരാദേവി ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശ്രീനാഥിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ച് വീണ്ടും അയാളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും വർഷയ്ക്ക് അയാളുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ടൊക്കെ വസുന്ധരാദേവി വീണ്ടും അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി അകത്തേക്ക് കയറി പോവാം. അപ്പോൾ മല്ലികക്ക് പറയുന്നുണ്ട് സർ, ഞാൻ നിലവിളക്ക് എടുത്തുകൊണ്ട് വരാം, വലതുകാൽ വെച്ച് അങ്ങ് കയറാമല്ലോ. നീ എന്തൊക്കെയോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വസുന്ധര മല്ലികയോട്. അല്ല, ഞാനങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, എന്നാലും എല്ലാവരും കയറി പൊയ്ക്കോളൂ. അങ്ങനെ എല്ലാവരും കൊണ്ട് സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട് ആൻറ്റിയുടെ മനസ്സിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ആൻറ്റി ഇങ്ങനെ സമ്മതിക്കില്ലല്ലോ എന്നും പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കും, നിൻ്റെ വക്കീൽ ബുദ്ധിയിൽ ഇങ്ങനെയൊക്കെ തോന്നും എന്ന് വർഷയും പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് മല്ലികാക്ക വരുന്നുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ, അതല്ല ഇന്ന് മല്ലികാക്കയ്ക്ക് എന്താ വേണ്ടത്, മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തൊക്കെയാണ് വേണ്ടത്, ഞാനതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. ശിവപാപ്പാനെയും അതുപോലെ ശ്രീനാഥ് സാറിനെയും മാഡം വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെയോ? അതെ, മാഡം നിങ്ങളെ കാണുന്നു വാശി പിടിക്കുന്നുണ്ട്, ചെല്ലാനായിട്ട് പറയുന്നു. ആ സമയത്ത് എല്ലാവർക്കും കൂടി ഒരു ടെൻഷൻ. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ എന്ന് അഭി പറയുന്നുണ്ട്, ഇതിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ടെന്ന്. ആ സമയത്ത് എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം, എന്നിട്ട് നോക്കാം. ധനം വസുന്ധരയോട് പറയുന്നുണ്ട് എന്താ വാസു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, എന്തിനാ അവരെ വിളിച്ചു വരുത്തുന്നത്. ധനം അവർ വരുമ്പോൾ അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നു. എങ്കിലും ശിവയോ അതുപോലെ ശ്രീനാഥ് കൂടി അവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ എന്തിനാണ് വിളിപ്പിച്ചതെന്നല്ലോ, ഒരു കല്യാണം നടക്കാനായിട്ട് പോവുകയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടി ഉണ്ട്, വർഷയുടെ രക്ഷകർത്താവും അതുപോലെ ഫ്രണ്ടിനൊക്കെ. ആ സമയത്ത് ഒരു കല്യാണം നടക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെയല്ലേ നടക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ മാഡം എന്താ ഉദ്ദേശിക്കുന്നത്, ഡൗറിയാണോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ആ അതന്നെ, ശ്രീധരൻ തന്നെയാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. മാഡം ഇതിനൊക്കെ എതിരല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ശ്രീനാഥ് പറയുന്നുണ്ട്. ഞാനെതിരായിരിക്കാം, പക്ഷേ എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടാന്ന് വെക്കേണ്ട കാര്യം എന്താ എന്ന രീതിയിലും പറയുന്നു. ആ സമയത്ത് ധനപാലനാകെ ടെൻഷൻ ആവുന്നുണ്ട്, എന്തൊക്കെയാണ് പറയുന്നത്. പിന്നീട് വസുന്ധരാദേവി തന്നെ പറയും നിങ്ങൾ ടെൻഷൻ അടിച്ചോ, ഞാൻ എന്തായാലും ശ്രീധനായിട്ട് എന്തായാലും വർഷയെ മാത്രം ഞങ്ങൾക്ക് മതി, മറ്റൊന്നും വേണ്ട. പിന്നെ ഇതെന്താണെന്നറിയോ, ഒരു നാട് തടുപ്പുണ്ടല്ലോ, അതായത് ചെക്കൻ വന്നിട്ട് പെണ്ണിനെ കാണണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാളെ തന്നെ വിവേകിനെയും കൂട്ടിക്കൊണ്ട് വർഷയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇതിനാണ് നിങ്ങളെ ഞങ്ങൾ വിളിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡൗറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ധനപാലൻ പറയുന്നത് നാളെ പെണ്ണ് കാണാൻ വരുമ്പോൾ ബേക്കറി ഒന്നും വേണ്ട, ലഡു ജിലേബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. എപ്പോഴും ലഡു ജിലേബി മാത്രമേ ഉള്ളൂ ഈ ഒരു ധനപാലത്തിൻ്റെ കാര്യം, എന്തൊരു കഷ്ടമാണെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ മുട്ടത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്.
പിന്നീടാണ് ശ്രീനാഥ് നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് വിവേക് വിളിക്കുന്നുണ്ട്. ആ വിവേക് വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണെന്ന് അഞ്ചു പറഞ്ഞു. അതെ അഞ്ചു വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും കൂടി ഫോൺ പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് വർഷ പോകുന്നുണ്ട് കേട്ടോ വിവേകിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവളിഞ്ഞ് ഇപ്പോൾ ഒന്നും വരില്ല, രാവിലെ ആവും എന്ന് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിവേക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ സാർ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ടെറസിലുണ്ടോ? ഏയ് ഞാൻ റൂമിനകത്താണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ആ ജനലിൻ്റെ അടുത്തേക്ക് വാ, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. പിന്നെ നാളെ ഒരു സർപ്രൈസ് ഉണ്ട് തനിക്കെന്ന് പറയുന്നു. എന്ത് സർപ്രൈസ്? അതൊക്കെ വരുമ്പോൾ കാണാടോ. അത് സർപ്രൈസ് എങ്ങാനും ആരെങ്കിലും നേരത്തെ കൂട്ടി പറയുമോ? ഇല്ലല്ലോ. എന്തായാലും അത് അന്ന് കണ്ടിട്ട് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നു കേട്ടോ. എന്തായാലും ശ്രീനാഥും അഭി അതുപോലെ ശിവയും അഞ്ചും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാഡം നമ്മളെ വിളിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാം. അവളൊന്ന് വിഷമിപ്പിച്ച് നോക്കാം, എന്നിട്ട് ഈ സർപ്രൈസ് പറയാം. അത് വേണോ? വർഷ നന്നായി വിഷമിക്കുമെന്ന് ശ്രീനാഥും പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ വരുന്ന സമയത്ത്, അത് വർഷ വരുന്ന സമയത്ത് ഇവരുടെ സംസാരമൊക്കെ നിർത്തുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എന്താ നിങ്ങൾ സംസാരം നിർത്തിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ആൻറ്റി നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? അത് പിന്നെ വർഷം നീ അറിയണ്ട, നീ പോയി ഭക്ഷണം കഴിക്കുക. എനിക്കത് അറിയണം, എന്തായാലും പറയും. അത് പറഞ്ഞാൽ തനിക്ക് വലിയ വിഷമാവെന്ന് പറയുന്നു. അതൊന്നും ഇല്ലടോ, എനിക്ക് വിഷമമൊന്നും ആവില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയല്ലേ നല്ലത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര പന്തി തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി ശ്രീയേട്ടാ, എന്തിനാ ആൻറ്റി വിളിക്കുന്നത്? അത് വർഷേ അങ്ങനെ എന്താ പറയുക ഞാൻ എന്നൊക്കെ പറയുന്നു. പിന്നീട് അപ്പി പറയുന്നുണ്ട്, അവളോട് പറയാതിരുന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം? തുറന്ന് പറയുകയല്ലേ നല്ലത്. എന്തായാലും അവൾ അറിയും, അപ്പം മുൻകൂട്ടി നമ്മൾ പറയട്ടെ. അപ്പോഴത്തേനും വർഷ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം? ശ്രീനാഥ് നിൻ്റെയും അതുപോലെ തന്നെ വിവേകിൻ്റെ കാര്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ മാഡം വിളിപ്പിച്ചതെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേനും എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ശ്രീധനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മാഡത്തിന് ഒരു മകനല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് സ്ത്രീധനം വേണം. അത് അവർ ചോദിക്കുന്ന വലിയൊരു തുകയാണെന്ന് ശ്രീനാഥും പറയുന്നുണ്ട്. അത് നമ്മളെക്കൊണ്ട് സാധിക്കൂ എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ വർഷയ്ക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്ത്രീധനത്തിൻ്റെ കാര്യമോ? ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ആരുമില്ല, ഒന്നുമില്ല എന്നുള്ളത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാലോ. എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്ത് ചെയ്യാനാണ്, അവർക്ക് ഈ കല്യാണം നടക്കണമെങ്കിൽ അത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്നൊക്കെയാണ് ആൻറ്റി പറയുന്നത്. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റീൻ്റെ മകനല്ലേ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ആൻറ്റി പറയുന്ന കാര്യങ്ങൾ വിവേകം അനുസരിക്കുകയല്ലേ ചെയ്യുള്ളൂ. ആ സമയത്ത് വർഷയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. എനിക്കൊന്നുമില്ലയെന്ന് അറിഞ്ഞിട്ടും ആൻറ്റി എന്നെ സ്വീകരിക്കുന്ന ഞാൻ വിചാരിച്ച്, പക്ഷേ ആൻറ്റിയുടെ മനസ്സിനകത്ത് ഇത് തന്നെയായിരുന്നോ? ഇത് വലിയ കഷ്ടമായി. എന്തായാലും മനസ്സിനകത്ത് ഒരാഗ്രഹം വെച്ച് പുലർത്തിയിട്ട്, അതായത് ആഗ്രഹം തന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് വലിയ കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെയധികം വിഷമത്തോടു കൂടി വർഷ കരയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു സർപ്രൈസായിട്ട് തന്നെ എന്തായാലും വിവേക് നാളെ വർഷയെ പെണ്ണ് കാണാൻ വരും. ഒരുപാട് സന്തോഷിക്കും കേട്ടോ വർഷ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.